ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സ്പെഷ്യലായി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. അതുമാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ കബാബും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ആരെങ്കിലും പെട്ടെന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പോലും ഉള്ള സാധനങ്ങളെ വെച്ചിട്ട് സിമ്പിളായിട്ട് ടേസ്റ്റിയായ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പം കാണാം. കഴുകി വെച്ച ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം ഒരു അര സ്പൂണ് ഉപ്പ്, അതിനുശേഷം ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര സ്പൂണ് മുളക് പൊടിയും കൂടിയാണ് എടുക്കേണ്ടത്. കാരണം പച്ചമുളക് നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് എങ്കിലും അത് നന്നായി പിടിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. ഇനി മിക്സിയിൽ എന്തൊക്കെയാണ് നമുക്ക് അരയ്ക്കാൻ എടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം കുറച്ച് പുതിനയിലയും മല്ലിയിലയും, പിന്നെ ഒരു 4 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. എരിവ് കുറച്ച് കുറവ് മതി എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്കിനി നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കബാബിനുള്ള ചിക്കനും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പം ഇതിന് എന്തൊക്കെ ഐറ്റംസാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു അര സ്പൂണ് ഉപ്പ്, പിന്നെ ഒരു ഫ്ലേവറിനായി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആച്ചിയുടെ ചിക്കൻ കബാബ് പൗഡറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 സ്പൂണ് മുട്ടയും കൂടിയാണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ടെല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റെങ്കിലും വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാനിത് മിക്സ് ചെയ്ത് വെക്കുന്നുള്ളത്. ഇനി നമുക്ക് വലിയൊരു സവോള അരിഞ്ഞെടുക്കാം. ചെറുതാണെങ്കിൽ 2 സവോളയാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു വലിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിയായ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പം കുക്കറിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്കിനി ഓയിൽ ഒഴിക്കാം. അതിനുശേഷം ഒരു 4 ഗ്രാമ്പു, പിന്നെ ഒരു ബിരിയാണി ഇല, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയാണ് ഇടുന്നുള്ളത്. സവോള നല്ല രീതിയിൽ വരട്ടേണ്ടതാണ്. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതിനെ വരട്ടാം. കണ്ടില്ലേ, ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ ഇനി തക്കാളിയും കൂടി ഒന്ന് നല്ല രീതിയിൽ വേവേണ്ടതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് സാൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം പെട്ടെന്ന് വേവുന്നതായിരിക്കും. കണ്ടില്ലേ, ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിലോട്ടേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കണം. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം നമ്മൾ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി അരി കുറച്ച് നേരത്തേക്ക് കുതിരാനായി വെക്കാം. അങ്ങനെ ഈ വെന്തിരിക്കുന്ന ചിക്കനിലോട്ട് നമുക്കിനി കുറച്ച് ബിരിയാണി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വേവിക്കണം. എന്നാലേ അതിൻ്റെ ആ ഒരു സ്വാദ് ഈ ചിക്കനിലോട്ട് പിടിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇതും കൂടി ആഡ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതിനെ വേവിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു പച്ച മണം പോകുന്നത് വരെ നമ്മൾ നല്ല രീതിയിലൊന്ന് വേവിക്കേണ്ടതാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. സൈഡിലൊക്കെ കണ്ടില്ലേ, എണ്ണ വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പം വെള്ളം നന്നായി തിളച്ച് തുടങ്ങി. ഇതിലേക്ക് നമുക്കിനി അരി ആഡ് ചെയ്യാം. ജീര റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു അരമുറി ലൈം ജ്യൂസും കൂടി പിഴിഞ്ഞു കൊടുക്കാം. അപ്പം അരി ഒത്തിരി ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ വിടർന്നിരിക്കും. അപ്പം ലാസ്റ്റായിട്ട് നമുക്ക് കസ്തൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആവുന്നതാണ്. അപ്പം ബിരിയാണി റെഡി ആകുമ്പോഴേക്കും നമുക്ക് കബാബും കൂടി ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കബാബിൻ്റെ ചിക്കനും കൂടി ഇടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇത് കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ കുക്കർ ചേട്ടൻ വിളി തുടങ്ങി. 2 വിസിലാണ് വരേണ്ടത്. ഓഫാക്കി. ഇനി കുക്കറിൻ്റെ ആ ഒരു പ്രഷറിൽ തന്നെ നല്ല രീതിയിൽ വെന്തോളൂ. ഇനി നമുക്ക് കബാബ് ഒന്ന് മറിച്ചിടാം.
ഇനിയൊരു വശം കൂടി നല്ല രീതിയിൽ വേവേണ്ടതാണ്. അപ്പോഴേക്കും ഹരി ഇവിടെ ലൈം സോഡ ഉണ്ടാക്കുക. അങ്ങനെ നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എടുത്ത് മാറ്റാം. ഇനി ഈ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി വൈകിക്കാതെ തന്നെ നമുക്ക് ബിരിയാണി റെഡിയായി നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായ സ്പൈസി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു ടെംപ്റ്റിംഗ് ആണ്. അത്രയ്ക്ക് ഒരു ഫ്ലേവറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. പീസൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സിമ്പിൾ ആൻഡ് ടേസ്റ്റിയായ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമുക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടി കുറച്ച് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. അങ്ങനെ ഗായ്സ്, നമ്മുടെ ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ കബാബും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റും കൂടി നോക്കാം. ചിക്കൻ എടുത്തു, പീസ് എടുത്തു, കുറച്ച് റൈത്താനോട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് സൂപ്പർ ഉണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. റൈസ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ ബസ്മതി റൈസിനേക്കാൾ നല്ല ടേസ്റ്റ് തോന്നുന്നത് ഈ ജീര റൈസാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാം ആ ഒരു ഫ്ലേവർ എല്ലാം റൈസിൻ്റെ റൈസിലാണെങ്കിലും ചിക്കൻ്റെ പീസിലാണെങ്കിലും എല്ലാം നമ്മുടെ ഇത് നോക്കും, ചിക്കനിലെല്ലാം നല്ല ആ ഒരു ഫ്ലേവർ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കബാബ് എങ്ങനെയുണ്ട്? കബാബ് മോശം, നല്ല ക്രഞ്ചി ആയിട്ടുണ്ടല്ലേ, സൂപ്പർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ തട്ടുകടയിൽ നമുക്ക് പൊറോട്ടയൊക്കെ എടുത്തില്ല, ആ ഒരു ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അത് നമ്മൾ മുട്ട ഇടുന്നതുകൊണ്ട് നല്ല ഒരു ക്രിസ്പിനെസ് ആയിരിക്കും കബാബിന്. നമ്മുടെ സ്പെഷ്യൽ ഇതാണല്ലോ, മലയാളികൾക്ക് ബിരിയാണി ഉണ്ടെങ്കിൽ. നമുക്ക് ഇവിടെ ഒന്നും മുട്ട കിട്ടാറേ ഇല്ല. ബാംഗ്ലൂരിൽ വളരെ കുറവാണ് കടകളിൽ. പക്ഷെ നമുക്ക് കേരളത്തിൽ എല്ലാ കടയിലും മുട്ടയാണ്. മുട്ട നമുക്ക് മസ്റ്റാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചേക്കുന്നത്. അപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.